ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് ഒരു സ്വീറ്റ് റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത്. എല്ലാവർക്കും വളരെയധികം ഇഷ്ടമായിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാൻ കടലപ്പൊടി കട്ടകളൊക്കെ ഉടച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഉപ്പും വെള്ളവും ഒഴിച്ച് ഇതുപോലെ ലൂസായിട്ട് കലക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. വളരെ കട്ടി കൂടാനും പാടില്ല, എന്ന് ഭയങ്കരമായിട്ട് കട്ടി കുറയാനും പാടില്ല. ഒരു മീഡിയം കൺസിസ്റ്റൻസിയിൽ എടുക്കുക. അപ്പോൾ ഈ ചട്ടകം വെച്ചിട്ടാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ പരിപാടി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല ഞാൻ എന്താ ഉണ്ടാക്കുന്നതെന്ന്. അതെ, ലഡു ആണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതുപോലെ ചട്ടകത്തിൽ ഒരു തവി മാവ് ഒഴിച്ചിട്ട് ചുറ്റിച്ച് ബൂന്തീസ് ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ അതാണ് നമ്മുടെ ആദ്യത്തെ ടാസ്ക്. ഇത് മാവ് കൺസിസ്റ്റൻസി കറക്റ്റ് ആണെങ്കിൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ബൂന്തീസ് കിട്ടും. അതല്ലാന്നുണ്ടെങ്കിൽ ബൂന്തീൻ്റെ ഷേപ്പൊക്കെ ഒന്ന് മാറിപ്പോകും കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് ഒഴിച്ചതിന് ശേഷം ഒരു 10-15 സെക്കൻഡ് നേരം മാത്രം ഇട്ടാൽ മതി കേട്ടോ. കാരണം അപ്പോഴത്തേനും ഇത് വെന്തിട്ടുണ്ടാകും. വളരെ നൈസായിട്ടുള്ള ബൂന്തീസാണല്ലോ, ചെറുതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അധിക നേരം എണ്ണയിലൊന്നും ഇടണ്ട കേട്ടോ. ഇനി പഞ്ചസാര സിറപ്പ് തയ്യാറാക്കണം. അതിന് 2 കപ്പ് പഞ്ചസാരയിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് ഷുഗർ പാനിയാക്കി എടുക്കുക കേട്ടോ. ഇനി പാനിയാക്കിയതിലേക്ക് നമ്മൾ ഇവിടെ പൊരിച്ച് വെച്ചിരിക്കുന്ന ബൂന്തീസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യുക കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 3-4 ഏലക്കായ പൊടിച്ചത് ഇട്ട് കൊടുക്കുക. പൊടി ഉണ്ടെങ്കിൽ പൊടി, അതല്ല എന്നുണ്ടെങ്കിൽ ഏലക്കായ ചതച്ചാണെങ്കിലും ഇട്ട് കൊടുക്കുക. ഫുഡ് കളർ ഇട്ട് കൊടുക്കുക. ഞാൻ ഇവിടെ യെല്ലോ ഫുഡ് കളറാണ് കേട്ടോ ഇട്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ മഞ്ഞളിടുവാണ് ഉണ്ടാക്കുന്നത്. ഇനി എല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്ത് നല്ലോണം ഷുഗർ പാനിയിലൊക്കെ കിടന്ന് നല്ലോണം തിളച്ച് ഈ ബൂന്തീസിൻ്റെ കളറൊക്കെ ഒന്ന് നല്ലൊരു യെല്ലോ കളറാകും. എന്നിട്ട് നമ്മളതിലേക്ക് കുറച്ച് നെയ്യും കൂടി ഒഴിച്ച് മൂടി വെക്കുക കേട്ടോ. അപ്പോഴത്തേനും ബൂന്തീസ് നമ്മുടെ ഷുഗർ പാനിയൊക്കെ വലിച്ചെടുത്തിട്ടുണ്ട്. ഇനി ചെറിയ ഉരുളകളാക്കി വെക്കുക കേട്ടോ. അപ്പോൾ ഇത്ര